ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെനു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ നമ്മുടെ ഐഫോൺ 13 Pro Max വേഴ്സസ് ഐഫോൺ 13 Proയുടെ കമ്പാരിസൺ ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് നമ്മുടെ ഐഫോൺ 13 Pro CR ദാറ്റ് മീൻസ് ഈ തവണത്തെ തീം കളറായിട്ടുള്ള CR ആണ് ഐഫോൺ 13 Pro. ആൻഡ് തൊട്ടിപ്പുറം നിൽക്കുന്നത് നമ്മുടെ ഐഫോൺ 13 Pro Max ആണ്, ഗോൾഡ് കളർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗോൾഡ് വേഴ്സസ് CR കളർ 13 Pro Max, 13 Pro. ഇത് കൂടാതെ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ഉണ്ട്. ഒന്ന് സിൽവർ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫൈറ്റ് കളറാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് കമ്പാരിസൺ ആയിട്ട് പോവാം. ഓക്കെ, സോ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ രണ്ടും കൈ പിടിയുമ്പോൾ എക്സാക്ട് സെയിം നമുക്ക് പ്രീമിയം ഫീലാണ് നമുക്ക് രണ്ടും കൈ കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് കണ്ടത് തന്നെ. പിന്നെ രണ്ടിൻ്റെ സൈഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, രണ്ടും സ്ക്വയർ ടൈപ്പിലാണ് ആ സൈഡ്സ് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് കയ്യിൽ എത്രത്തോളം കംഫർട്ടാണ്. നമ്മളൊരു ഗ്ലാസ് കഷ്ണം അല്ലെങ്കിൽ നമ്മുടെ ഈ ടേബിളിൻ്റെ ഒക്കെ ഗ്ലാസ് ടേബിളിൻ്റെ ഒക്കെ സൈഡിൽ പിടിക്കണ പോലത്തെ ഒരു ഫീലാണ്. ദാറ്റ് മീൻസ് കൈ പിടിക്കുമ്പോൾ നമുക്കൊരു ഈ ഗ്ലാസ് കഷ്ണത്തിൽ പിടിച്ചേക്കണ പോലത്തെ ഒരു ഫീലാണ്. സോ ആ സൈസ് കൂടുമ്പോൾ നമ്മൾ 13 Pro Max പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ഡിസ്കംഫോർട്ടാണ്. ബട്ട് നമ്മുടെ ഐഫോൺ 13 Pro പെർഫെക്റ്റ്ലി കംഫർട്ട് ഇൻ ഹാൻഡ് ഫീലൊക്കെ നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് കൈ പിടിക്കുമ്പോഴായാലും നമുക്ക് ആ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ തോന്നും. ബട്ട് ഇത് ഇച്ചിരി ഒരു ഓവർ സൈസ്ഡ് ആയിട്ടാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് ഈ ഒരു ഡിസൈനിൻ്റെ കാരണം ഇച്ചിരി ഓവർ സൈസ്ഡ് ആണ്. എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് 13 Pro ആയിരിക്കും നമുക്ക് കയ്യിൽ പിടിക്കാനും കയ്യിൽ യൂസ് ചെയ്യാം. 100 യൂസിനൊക്കെ പെർഫെക്റ്റ് ഒരു സൈസാണ്. 6.1 ഇഞ്ച് വേഴ്സസ് 6.7 ഇഞ്ചാണ് നമ്മുടെ ഐഫോൺ 13 Pro എന്നാണ്. അതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ നിങ്ങൾ ബിഗ് സൈസ്ഡ് ഫോൺസ് മീൻസ് ഇപ്പോൾ S21 Ultra, X70 Pro Plus, അങ്ങനെ 11 Pro Max, 12 Pro Max അങ്ങനെ യൂസ് ചെയ്യുന്നവരാണ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എടുക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി യൂസ്ഡ് ടു ആണ് ഈ ഹൈ സൈസ്ഡ് ഫോൺസ് യൂസ് ചെയ്യാൻ. സോ പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും, എസ്പെഷ്യലി ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊണ്ട്, ഈ സ്ക്വയർ ടൈപ്പ് ഒരു ഡിസൈൻ. ബട്ട് 13 Pro പെർഫെക്റ്റ് ആണ് ഡിസൈൻ കാര്യത്തിൽ. ആൻഡ് രണ്ടിൻ്റെയും വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 13 Pro എന്നൊക്കെ 204 grams ആണ്. അത് അത്യാവശ്യം ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ്. ആൻഡ് ഇത് നിങ്ങൾ 240 grams ആണ് കേട്ടോ. അത് അത്യാവശ്യം വെയിറ്റ് നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഒരു വെയിറ്റ് എൻ്റെ ഒരു കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബട്ട് ഇച്ചിരി ലൈറ്ററാണ് നമ്മുടെ 13 Pro വരുന്നത്. പിന്നെ രണ്ടിൻ്റെയും നിങ്ങൾ നോച്ച് ശ്രദ്ധിച്ചാൽ ഇച്ചിരി ഇങ്ങനെ റെഡ്യൂസ്ഡ് നോച്ചാണ് രണ്ടിനും വന്നേക്കണേ. നമ്മുടെ പ്രീവിയസ് ജനറേഷൻ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്റ്റിൽ ഒരു ഡിസ്ട്രാക്ഷൻ തന്നെയാണ്. ബട്ട് സ്റ്റിൽ കുറച്ചൊരു സൈസ് കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ നോച്ചിൻ്റെ. പിന്നെ രണ്ടും ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ ബാക്കിൽ വരുന്നത്. അത് സെറാമിക് ഷീൽഡിൻ്റെ പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ് ആണ്. ഓക്കെ, പിന്നെ രണ്ടിനും IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. സോ പിന്നെ അത് മാത്രമല്ല രണ്ടിൻ്റെയും തിക്നെസ്സും സെയിം ആണ് കേട്ടോ. 7.7 mm ആണ് രണ്ടിനും. ഡിറ്റോ തിക്നെസ് ആണ് വന്നിട്ടുണ്ടോ. ഈ സൈസ് തന്നെ കാണിച്ചു തരാം, സൈഡ് തന്നെ കാണിച്ചു തരാം കേട്ടോ. എക്സാക്ട് സെയിം തന്നെയാണ് നമുക്ക് വരിക. പിന്നെ നമുക്കറിയാം ഇതിൻ്റെ കളർ വേരിയേഷൻ അനുസരിച്ച് നമുക്ക് ഈ സൈഡ് ഫ്രെയിംസ്, ഇപ്പോൾ ഇത് ഗോൾഡ് ആയിരുന്നു ഗോൾഡൻ ഫ്രെയിം വന്നിട്ടുണ്ട്. പിന്നെ ക്യാമറ റിങ്ങും ഗോൾഡൻ വന്നിട്ടുണ്ട്. ഇത് ബ്ലൂ ആയിരുന്നു, ആ ഒരു ബ്ലൂ റിങ് ഒരു സ്ലൈറ്റിഷ് ടോണുള്ളൊരു ബ്ലൂ ആണ് നമുക്ക് സൈഡിൽ വന്നേക്കുന്നത്. ഇതിപ്പോൾ ഗ്രാഫൈറ്റ് ആണെങ്കിൽ ഒരു ബ്ലാക്കിഷ് ടോൺ വരും, വൈറ്റ് സിൽവർ ആണെങ്കിൽ നമുക്കൊരു വൈറ്റിഷ് റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരും. സോ ഈച്ച് കളർ അനുസരിച്ച് നമുക്ക് അനുസരിച്ച് ഒപ്പിറ്റ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് നോക്കി ഞാൻ പറയും CR ആണ് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഈ വർഷത്തെ കളർ. ദാറ്റ് മീൻസ് ഐഫോൺ 11 തീം കളർ എന്ന് വെച്ചാൽ മിഡ് നൈറ്റ് ഗ്രീൻ ആയിരുന്നു, 12 പസഫിക് ബ്ലൂ ആയിരുന്നു, ആൻഡ് 13 CR. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ആണ്. 240 grams നമ്മുടെ 13 Pro Max. ഇച്ചിരി കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു വൺ ഹാൻഡ് യൂസേജ് ഇച്ചിരി ടാസ്ക് ആയിരിക്കും. നമുക്ക് അത്യാവശ്യം മറ്റൊരു കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും. കണ്ടോ ഇപ്പം ഇങ്ങനെ ഇതൊരു മാറ്റാൻ തന്നെയാണെങ്കിൽ ഇച്ചിരി ഹാർഡാണ്. ബട്ട് നമ്മുടെ ഐഫോൺ 13 Proയിൽ പക്കയായിട്ട് എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് ഇച്ചിരി ഒരു ടാസ്ക് ആണ് കേട്ടോ. നമ്മുടെ കൈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നിങ്ങൾ യൂസ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് 13 Pro Max ആയിരിക്കും. നിങ്ങൾ വൺസ് ഈ ഹൈ സൈസ്ഡ് ഫോൺസ് ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഐഫോൺ 13 Pro ആയിരിക്കും. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമുക്ക് വരാം. ഓക്കെ, സോ രണ്ടിൻ്റെയും ഡിസ്പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടു സെയിം ആണെങ്കിലും റെസൊല്യൂഷൻ അതിൽ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ പറയാം. അതിനെക്കുറിച്ച് അതിന് മുമ്പ് 6.1 ഇഞ്ചാണ് നമ്മുടെ 13 Pro ആൻഡ് 6.1 ഇഞ്ച്. ഓക്കെ, ആൻഡ് 6.7 ഇഞ്ചാണ് നമ്മുടെ 13 Pro Max വരുന്നത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ബാക്ക് ചെയ്ത് കാണിച്ചു തരാം. സോ ഗൈസ് നമ്മുടെ ഐഫോൺ 13 Pro Max ഓൺ ദ ടോപ്പ് വേഴ്സസ് ഐഫോൺ 13 Pro ഡിസ്പ്ലേ ആണ്. സോ 6.7 ഇഞ്ചാണ് നമ്മുടെ ഐഫോൺ 13 Pro Maxും 6.1 ഇഞ്ചാണ് നമ്മുടെ ഐഫോൺ 13 Proയും വന്നിരിക്കണേ. സോ നമുക്കിതിന് റെസൊല്യൂഷനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഐഫോൺ 13 Pro 1170 × 2532 ആണ്. അതിനേക്കാളും കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ഹയർ ആയിട്ട് 1284 വേഴ്സസ് 2778 കുറച്ച് പിക്സൽസ് കൂടുതലുണ്ട്. ദാറ്റ് മീൻസ് ആ റെസൊല്യൂഷൻ കുറച്ച് കൂടുതലുണ്ട്. അതേപോലെ തന്നെ PPI ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. 460 ഓൺ ദ 13 Pro ആൻഡ് 458 PPI ഓൺ ദ
13 Pro Max. ബട്ട് ഇച്ചിരി ഒരു നമ്മുടെ ആ റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ ഇച്ചിരി സ്ലൈറ്റ്ലി ഹയർ റെസൊല്യൂഷൻ നമ്മുടെ 13 Pro Max ആണ്. ബട്ട് അതൊരു നോട്ടീസബിൾ ഡിഫറൻസ് ആണ്. ഇച്ചിരി ക്ലോസ് ആയിട്ട് കാണിച്ചത് നിങ്ങൾക്ക് 13 Pro Max ഒരു ഡിഫറൻസും അറിയാനില്ല. രണ്ടും കട്ടയ്ക്കാണ്. ഒന്നും അറിയില്ല. ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരു ഡിഫറൻസും ഫെൽറ്റ് ചെയ്യുന്നില്ല. ഞാൻ റിയലി ക്ലോസ് ആയിട്ട് ഒബ്സർവ്, ചെറിയൊരു പിക്സൽ റെസൊല്യൂഷൻ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അറിയാട്ടൊക്കെ ഒന്നുമില്ല. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് രണ്ടും. ഓക്കെ, സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. രണ്ടും കട്ടയ്ക്ക് ടോപ്പ് എൻഡ് ആയിട്ട് നമുക്ക് കാണാവുന്ന ഡിസ്പ്ലേസ് ആണ് രണ്ടും. 13 Pro Maxും 13 Proയും വരുന്നത്. ഓക്കെ, ആ റെഡിൻ്റെ ഒക്കെ ഡീപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല ഷാർപ്പ് റെഡാണ് രണ്ട്. ഞാൻ ഗ്രീൻ ആയാലും താഴത്ത് ഗ്രീൻ ആയാലും ഒക്കെ വന്നിരിക്കണേ. ഓക്കെ, സോ ഡിസ്പ്ലേക്കാർക്ക് അത് മാത്രമല്ല, നമ്മുടെ ഈ തവണത്തെ 13 Proയ്ക്കും 13 Pro Maxനും മാത്രം 120 Hz റീഫ്രഷ് റേറ്റ് വന്നിട്ടുണ്ട്. സോ കാണിച്ചു തരാം. ഉണ്ടോ, നല്ല സ്മൂത്ത് സ്ക്രോളിംഗ്. നമ്മൾ ഈ സാംസങ് ഡിസ്പ്ലേ മേക്ക് ചെയ്യണം. സോ അതുപോലെ തന്നെ LTPO ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. മീൻസ് വേരിയബിൾ റീഫ്രഷ് റേറ്റ്. അതായത് നമുക്ക് ഇതിൻ്റെ 10 Hz മുതൽ ഓൾ ദ അപ് ടു 120 Hz വരെ നമ്മുടെ യൂസേജ് അനുസരിച്ച് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ ഇച്ചിരി ബാറ്ററി എൻഹാൻസ്മെൻറ്റ് കിട്ടും. സോ അതൊരു മസ്റ്റ് ട്രൈ ഔട്ട് ഫീച്ചർ ആണ് ഗൈസ്. നല്ല സ്മൂത്ത്നെസ് ഉണ്ട്. ഞങ്ങൾ ഇച്ചിരി ക്ലോസപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഉണ്ടോ, അതുപോലെ ട്രാൻസിഷൻസ് ഒക്കെ നല്ല സ്മൂത്താണ്. നമ്മൾ ആ സെറ്റിങ്സും ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ സ്മൂത്തായിട്ട് നമ്മൾ നോർമലിനേക്കാളും. ഓക്കെ, കണ്ടോ, ആപ്പ് ക്ലോസിങ്ങിൻ്റെ ആ രീതിയും കുറച്ചും കൂടെ ഒരു നല്ല 120 Hz ആയ നല്ല പെർഫെക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ലേറ്റ് ആയിട്ട് വന്നാലും അടിപൊളി പെർഫെക്റ്റ് ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മുടെ iPhone 13 Proയും Pro Max ചെയ്തേക്കണേ. ഓക്കെ, സോ ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് എന്ന് വേണം പറയാൻ. സോ ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വെച്ച് 1200 nits ആണ് നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്പീക്കറിൽ നമുക്ക് പോകും. അതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി എങ്ങനെയാണ് നോക്കാം ജസ്റ്റ്. സോ ഗൈസ്, iPhone 13 Pro Maxൽ ഫസ്റ്റ് ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. ഒരു രക്ഷ, നല്ല സൗണ്ട്, ലൗഡ്നെസ്, സ്റ്റീരിയോ എഫക്റ്റ്, ക്ലാരിറ്റി എല്ലാം ഉണ്ട്. ഇനി 13 Pro. സോ ഗൈസ്, രണ്ടും സെയിം ടു സെയിം ആണ്. ഡിഫറൻസ് ഒന്നുമില്ല. രണ്ടിനും നല്ല കിഡിലൻ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ആൻഡ് നമ്മളിപ്പോൾ ഇനി വ്യൂയിങ്ങിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്. നമ്മൾ ഈ 6.7 ഇഞ്ചും 6.1 ഇഞ്ചും നിങ്ങളൊരു മൂവി എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക്. കാരണം ഈ ഒരു വലിയ ഡിസ്പ്ലേ തന്നെ ആയിരിക്കും. ആ ഒരു കംഫോർട്ടിൻ്റെ കാര്യം ഒഴിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ സൈസ്, കാരണം ആ ഒരു നോച്ചിങ്ങനെ ഉള്ള കാരണം നോച്ചിൻ്റെ സൈസ് കൊണ്ട് പോകില്ല. ദാറ്റ് മീൻസ് 6.1 വേഴ്സസ് 6.7. സോ ഒരു മീഡിയ എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡയറക്റ്റ്ലി ഇത് റെക്കമെൻഡ് ചെയ്യാൻ ചെയ്യും. ദാറ്റ് മീൻസ് 13 Pro Max. ബട്ട് കംഫോർട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യാത്തതാണ് 13 Pro Max. കംഫോർട്ടിൻ്റെ പെർഫെക്റ്റ് ആണ് നമ്മുടെ 13 Pro, എസ്പെഷ്യലി ഫോർ ലേഡീസ് 1 ഹാൻഡഡ് യൂസേജ് ഒക്കെ ഉള്ളവർക്കാണ് ഈ അടിപൊളിയായിരിക്കും നമ്മുടെ 13 Pro. സോ അതാണ് നമ്മുടെ ഡിസ്പ്ലേയുടെയും ഓഡിയോയുടെ സെക്ഷൻ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് രണ്ടും സെയിം ടു സെയിം ആണ്. ആപ്പിൾ A15 Bionic ആണ് രണ്ടിനും വരുന്നത്. രണ്ടിനും ഡിറ്റോ സെയിം ഷിപ്പ് തന്നെയാണ്. A15 Bionic ഒരു 5 nm ആണ് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റാം വരുന്നത് രണ്ടും 6 GB ഓഫ് റാം ആണ് വരുന്നത്. ഇനി നെക്സ്റ്റിൻ്റെ മെയിൻ തിങ് ദാറ്റ്സ് ദ ബാറ്ററിയാണ്. ഓക്കെ, സോ നമ്മുടെ 13 Proയ്ക്ക് വരുന്നത് വെച്ചാൽ 3095 mAh ബാറ്ററിയാണ് വരുന്നത്. ഐഫോൺസ് നമ്മൾ ആൻഡ്രോയിഡ് വെച്ച് കമ്പയർ ചെയ്യേണ്ട. ആൻഡ്രോയിഡിൻ്റെ ഒരു 5000 ഒരു അപ്രോക്സ് ഒരു 4500 mAh ഒരു ഗുണം ചെയ്യും നമുക്ക് ഈ ഒരു 3095 എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇതിൻ്റെ വരുന്നത് വെച്ചാൽ നമ്മുടെ iPhone 13 Pro Maxന് 4352 mAh. ഞാൻ ഒരു കാര്യം, ഹെവി യൂസേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ്ലി കംഫോർട്ട് ഒന്നും നിങ്ങൾ നോക്കണം ഡയറക്റ്റ് ഇത്. കാരണം ഇതൊരു നിങ്ങളുടെ അൾട്രാ ഹെവി യൂസേജിൽ പോലും 1 day കിട്ടും പെർഫെക്റ്റ്. നിങ്ങളൊരു നോർമൽ യൂസ് ആണെങ്കിൽ ഒരു 2 day മിനിമം കിട്ടും. നോർമൽ യൂസ് ആണെങ്കിൽ ഒരു ആവറേജ് ഒരു ഹൈ എൻഡ് യൂസർ ആണെങ്കിൽ ഒരു 1.5 day മസ്റ്റായിട്ട് കിട്ടുന്ന ഒരു ഡിവൈസാണ് നമ്മുടെ 13 Pro. സോ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ നെക്സ്റ്റ് ലെവലാണ്. ആൻഡ് മീൻ വൈൽ നമ്മുടെ 13 Pro എന്ന് വെച്ചാൽ പെർഫെക്റ്റ് 1 day ഫോണാണെന്ന് പറയുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ 1.2 1.5 ദിവസം അങ്ങനെ മാക്സിമം പോയി കഴിഞ്ഞാൽ. ബട്ട് ഇത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2.5 day മിനിമം 2.5 day വരെ കിട്ടും.
അപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് ബാറ്ററി ബാക്കപ്പ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ 13 Pro Max കണ്ണടച്ചെടുക്കാവുന്ന സെറ്റാണ്. നിങ്ങൾ ഭയങ്കര മിനിമലൈസ്ഡ് വാട്സപ്പ് ഉള്ളി ലൈറ്റ് യൂട്യൂബ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ മേ ബി ഇറ്റ് ക്യാൻ ഗോ അപ് ടു എ വീക്ക് എന്ന് ഞാൻ വേണം പറയും. കാരണം അത്രയ്ക്ക് അടിപൊളി ബാറ്ററി അത്രയും എഫിഷ്യൻ അത്ര കിട്ടുന്ന ജസ്റ്റ് മാക്സിമം പോയി കഴിഞ്ഞാൽ 4 ഡേ 3 to 4 ഡേൻ്റെ അറൗണ്ട് നിങ്ങൾ ഭയങ്കര ലൈറ്റ് യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നമുക്ക് കിട്ടും ഇതിനകത്ത്. ഓക്കെ, സോ ബാറ്ററി ബാക്കപ്പിന് നെക്സ്റ്റ് ലെവൽ നമുക്ക് ഡയറക്റ്റ് ഒരു കമ്പാരിസൺ ബോർഡിൽ ഇത് രണ്ട് തമ്മിൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ നോക്കിയെടുക്കണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ 13 Pro Max ആയിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് വെൻ കംസ് ടു ഐഫോൺ. സോ ഗൈസ് നെക്സ്റ്റ് മെയിൻ തിങ് നമ്മുടെ ക്യാമറാസ് ആണ്. ഐഫോൺ 13 Proയുടെയും 13 Pro Maxൻ്റെയും സെയിം ക്യാമറാസ് തന്നെയാണ് വരുന്നത്. മൂന്നും ക്യാമറാസ് സെയിം തന്നെയാണ്. ആൻഡ് നമ്മൾ കഴിഞ്ഞ വർഷം നോക്കി കഴിഞ്ഞാൽ ഐഫോൺ 12 Proയുടെയും 12 Pro Maxൻ്റെയും ക്യാമറാസ് സെൻസേഴ്സ് അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ വ്യത്യാസം. ബട്ട് ദിസ് ടൈം എവറിത്തിങ് ഈസ് സെയിം ഇൻ രണ്ട് ക്യാമറാസിലും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ 12mm ഒരു ക്യാമറയാണ് മെയിൻ ക്യാമറ വരുന്നത്. അതൊരു അപ്പർച്ചർ f1.5 അപ്പർച്ചറാണ്. 1.9 മൈക്രോ പിക്സൽസിൻ്റെ ഒരു ലാർജർ സെൻസറാണ് വരിക. പിന്നെ രണ്ടാമത്തെ ഒരു 12mm ടെലിഫോട്ടോ 3x ഒപ്റ്റിക്കൽ, നമ്മുടെ 15x ഡിജിറ്റൽ, ആൻഡ് ഫൈനലി നമ്മുടെ ഒരു 12mm അൾട്രാ വൈഡ് കൂടെയാണ് വരുന്നത്. പിന്നെ ഒരു TOF ക്യാമറ, ലൈഡർ സ്കാനർ അല്ലെങ്കിൽ TOF ക്യാമറ വരും നമ്മുടെ ഡെപ്ത് ഫോക്കസും കാര്യങ്ങളൊക്കെ വേണ്ടി നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 12mm സെൽഫി ക്യാമറയാണ് വരിക. അത് മാത്രമല്ല നമുക്ക് വിത്ത് ആ ഒരു നമുക്കറിയാം നോച്ച് നല്ല എസെൻഷ്യൽ നോച്ചാണ്, ബിക്കോസ് അവിടെ നമ്മുടെ ഫേസ് ഐ ഡി അങ്ങനെ പല പല സെൻസേഴ്സ് ഉള്ള സ്ഥലമാണ്. സോ ഗൈസ് നമുക്ക് ആ ഫേസ് ഐ ഡി ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഉണ്ടോ, രണ്ടും ഡിറ്റ് എക്സാക്ട് സെയിം ടൈമിൽ തന്നെ ഒന്ന് ലോക്ക് ചെയ്ത് രണ്ടും. സോ അൺലോക്കിംഗ് ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, രണ്ടും സ്വൈപ്പ് ചെയ്യുവാണ്. ഓക്കെ, എക്സാക്ട് സെയിം ടൈമിൽ തന്നെ രണ്ടും. വൺസ് മോർ ഇൻ 3, 2, 1 ആൻഡ് ഗോ. ഓക്കെ, എക്സാക്ട് സെയിം ടൈം തന്നെയാണ്. സോ രണ്ടും പക്ക ഫേസ് ഐ ഡി പക്ക പെർഫെക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ തന്നെയാണ് നമ്മുടെ ഐഫോൺസിൽ ഒരു സെക്യൂരിറ്റി ആസ്പെക്റ്റിന് വേണ്ടി. സോ ബാക്ക് ടു ദ ക്യാമറാസ്. സോ അതാണ് നമ്മുടെ 3 ക്യാമറാസ് വരുന്നത്. നമുക്കിനി ജസ്റ്റ് ക്യാമറ UI ഞാൻ ജസ്റ്റ് കാണിച്ചു രണ്ടിൻ്റെയും. സെയിം ടു സെയിം ആണ് ക്യാമറ UI വരിക. ഓക്കെ, സോ നമുക്കൊരു ഫസ്റ്റ് ഒരു ഫോട്ടോ, പിന്നെ വീഡിയോ, പിന്നെ സിനിമാറ്റിക് മോഡ്, സ്ലോ മോഷൻ, ടൈം ലാപ്സ് ആണ് വരിക. പിന്നെ ഏറ്റവും അടുത്തോട്ട് നോക്കി നമുക്കൊരു നമ്മുടെ പനോരമ ഷോട്ട് എടുക്കാൻ ഉള്ളതൊരു മോഡ് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ അൾട്രാ വൈഡ്, ഇത് നമ്മുടെ നോർമൽ, ഇത് നമ്മുടെ ടെലിഫോട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് പോർട്രേറ്റ്സിനകത്ത് നമുക്ക് കുറച്ച് എഫക്ട്സ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നാച്ചുറൽ ലൈറ്റ്, സ്റ്റുഡിയോ ലൈറ്റ്, കോണ്ടോർ ലൈറ്റ്, സ്റ്റേജ് ലൈറ്റ് ആൻഡ് സ്റ്റേജ് ലൈറ്റ് മോണോ, അങ്ങനെ കുറച്ച് എഫക്ട്സും കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ പോർട്രേറ്റ് മോഡ് പക്കയാകാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇതിനകത്തൊരു മെയിൻ സംഭവമാണ് നമ്മുടെ സിനിമാറ്റിക് മോഡ്. അതിന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമാറ്റിക് മോഡിൽ എടുത്താണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ കാറും ഈ പുൽക്കൂടുമാണ് ഞാൻ എൻ്റെ ട്രാൻസിഷൻ. ദാറ്റ് മീൻസ് ഇവിടുന്ന് സ്മൂത്തായി ട്രാൻസിറ്റ് ചെയ്ത് കാറ് ഫോക്കസ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കായിട്ട് സിനിമാറ്റിക് മോഡ് ചെയ്തേക്കാണ്. സോ നമുക്കത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോക്കസ് മാറ്റാം. വീഡിയോയുടെ എൻ്റയർ വീഡിയോയുടെ ഏത് പോർഷനിലും ഫോക്കസ് മാറ്റാം. സോ കറൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കറൻറ്റ് പുൽക്കൂടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇത് കാറിൽ ടാപ്പ് ചെയ്യുകയാണ്. ഉണ്ടോ, ഇപ്പോൾ കാറ് ഫോക്കസായി. ഞാൻ ഈ ഒരു വേറെ കുറേ ഈ പോർഷനിലാണ് എനിക്ക് തിരിച്ചിനി പുൽക്കൂട് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഞാൻ പുൽക്കൂട് ടാപ്പ് ചെയ്തു. ഉണ്ടോ, അപ്പോൾ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിൽ നമുക്കതിന് ഫോക്കസ് മാറ്റാം. സോ അടിപൊളി ഫീച്ചറാണ്, ഇൻബിൽട്ട് വീഡിയോ എഡിറ്ററാണിത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമുക്ക് എഫക്ട്സ് സ്റ്റൈൽസ് ഒക്കെ അപ്ലൈ ചെയ്യാം. പിന്നെ അതിൻ്റെ കളർ മാറ്റാൻ ചെയ്യണ്ടോ. ഓക്കെ, സോ അതിനുള്ള പിന്നെ അത് മാത്രമല്ല ടിൽറ്റ് കാര്യങ്ങൾ, അതിൻ്റെ കുറേ ഓപ്ഷൻസ് നമുക്ക് സിനിമാറ്റിക് മോഡിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് നമ്മുടെ സ്റ്റെബിലൈസേഷൻ, സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ ആണ് വരിക. ഉണ്ടോ, അത്യാവശ്യം നല്ല സ്പീഡ് ഓടിയിട്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റേബിളാണ് നമ്മുടെ വീഡിയോ. ഓക്കെ, ഇത് ഡീറ്റെയിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പിക്ക് എടുത്താണ്. ഉണ്ടോ, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ആൻഡ് ഇത് നമ്മുടെ 15x ഷോട്ടാണ്. ഇത് നമ്മുടെ അൾട്രാ വൈഡ് 12mm ആണ്. അതിൻ്റെ അൾട്രാ വൈഡ് 12mm അറ്റ് എ ഗ്ലാൻസിൽ നല്ല ഷോട്ട് ആണെങ്കിലും നല്ല ഡൈനാമിക് റേഞ്ച്, നല്ല കളർ എല്ലാം ഉണ്ട്. ബട്ട് നമ്മളിപ്പോൾ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഡീറ്റെയിലിംഗ് അങ്ങ് പോയി. ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങളൊരു ഗാലക്സി S21 X24 Plus അങ്ങനത്തെ ഫോൺസൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ആ ഒരു ഡീറ്റെയിലിംഗ് ഇല്ല. അത് നമ്മൾ സൂം ചെയ്താൽ അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട്. ബട്ട് ഇത് സൂം ചെയ്താൽ അപ്പോൾ ഡീറ്റെയിലിംഗ് പോയി. ബട്ട് ആ ഗ്ലാൻസിൽ കാണാനും ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്താലും കുഴപ്പമില്ല. ബട്ട് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിലിംഗ് മിസ്സിംഗ് ആണ്. ബട്ട് അത് ഒബ്വിയസ്ലി ഫൈനാണ്. 12MP ക്യാമറാസ് വെച്ച് അടിപൊളിയായിട്ട് ടോപ്പ് എൻഡ് ആയിട്ട് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒരു മാക്സിമം റെസൊല്യൂഷൻ കാണിക്കാൻ വേണ്ടി, ദാറ്റ് മീൻസ് ആ ഒരു ഡീറ്റെയിലിംഗ് കാണിക്കാൻ വേണ്ടിയാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു പോർട്രേറ്റ് മോഡ്. ആൻഡ് ഇത് നമ്മുടെ മാക്രോ മോഡാണ്. ഭയങ്കര ക്ലോസ് ടു ഫോക്കസ് ആണ്. കണ്ടോ, എക്സ്ട്രീമിന് ഡയറക്റ്റ് ക്ലോസ് ടു ഫോക്കസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊരു മാക്രോ ഷോട്ടാണ്. ആൻഡ് ഇത് അതിനകത്ത് ഒരു സിനിമാറ്റിക് വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ആ ട്രാൻസ് നല്ല സ്മൂത്ത് നാച്ചുറൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ 13 Proയും 13 Pro Maxും സെയിം ടു സെയിം ആണ്. സോ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഒരു യൂസേജ് വെച്ചിട്ട് ഏതാണ് നല്ലത്? ഇതിൻ്റെ വലിയ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡിഫറൻസ് ഇതിൻ്റെ സൈസാണ്. 6.1 വേഴ്സസ്
6.7. സോ നിങ്ങളൊരു ഹൈ എൻഡ് നിങ്ങൾ ദാറ്റ് മീൻസ് എപ്പോഴും ഭയങ്കര മീഡിയ കൺസപ്ഷൻ അങ്ങനെ യൂസർ, പിന്നെ ഹെവി യൂസറാണ്, ബാറ്ററി ബാക്കപ്പ് ആണ് മെയിൻ മുൻഗണന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റ് ആയിട്ട് എടുത്തത്. ബട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി നിങ്ങളുടെ യൂസർ ഇൻ ഹാൻഡ് ഫീൽ, യൂസിങ് എക്സ്പീരിയൻസ് അതൊക്കെ അടിപൊളിയാക്കാൻ നിങ്ങളുടെ വൺ ഹാൻഡ് യൂസേജ് ഒക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ സൈസും ആ ഒരു കംഫർട്ടും വെച്ചിട്ടാണ് നമ്മൾ 13 Pro. പിന്നെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ആ രണ്ടിനും വരിക. ചെറിയൊരു ഡിഫറൻസ് ആ ഡിസ്പ്ലേയുടെ കാര്യം നമുക്ക് നെഗ്ലിജിബിൾ ആണ്. മെയിനായിട്ട് വരുന്ന സൈസ്, ദാറ്റ് മീൻസ് പിന്നെ വെയിറ്റ് 240 ആണ് നമ്മുടെ 13 Pro Max, ഇത് 204 ആ ഒരു വെയിറ്റ്. ബാക്കി നമ്മുടെ തിക്നെസ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ആ ഒരു ഡിസ്പ്ലേ സൈസ്, പിന്നെ ബാറ്ററി ബാക്കപ്പ് അത് എടുത്ത് പറയണം. സോ ബാറ്ററി ബാക്കപ്പും ഡിസ്പ്ലേയും നിങ്ങളുടെ കംഫർട്ട്, ഇത് മൂന്നുമാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ബാറ്ററി ബാക്കപ്പ് കൂടുതൽ നമ്മുടെ ഇതിനാണ്, നമ്മുടെ 13 Pro Maxനാണ്. അതുപോലെ ഡിസ്പ്ലേ സൈസ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ആ നോച്ചുകൾ ഉണ്ടെങ്കിലും ഒരു നല്ലൊരു ഫോണിൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസുകൾ കിട്ടും നമ്മൾ ഇതിനാണെങ്കിൽ. ബട്ട് കംഫർട്ട് വൈസ് ബെസ്റ്റ് iPhone 13 Pro തന്നെയായിരിക്കും. Okay, so guys, that's all for today. Signing off, it's Phone Mania.